നമസ്തേ. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒരുപാട് കട്ട് ചെയ്ത് ഒരുപാട് സമയം നമ്മുടെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ വെണ്ടക്കായ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കണം കേട്ടോ. പെട്ടെന്ന് പണി തീർക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഓക്കെ, നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണത് തന്നെയൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ വെറുതെ കാണിക്കണതാണ്. ചിലപ്പോൾ ശരിയായെങ്കിലോ ഇനി വ്യത്യാസം ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതേ നോക്കിക്കോ, ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇതിലുള്ള ഉരുണ്ട വെണ്ടക്കായാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്രയും നല്ല നീളമുള്ളതൊന്നുമല്ല, ഇത്തിരി ഉരുണ്ട വണ്ണം കൂടുതലുള്ളതാണ്. അപ്പോൾ അവരായിരുന്നു ഞാൻ ഇതിങ്ങനെയാണ് ചെയ്യാറ്. ഇത് നോക്കിക്കോ, അതെ പെട്ടെന്ന് പരിപാടി ഇതേ ഇങ്ങനെ അറ്റങ്ങോട്ട് പൊടിക്കും, ഇങ്ങനെ ഒരു നുറുക്ക് കൊടുക്കും, പിന്നെ ഇങ്ങനെ നുറുക്കും. ഇതേ ഉണ്ടോ, പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ആൾ ഇതേ പിന്നെ പിടിക്കുന്നു, രണ്ടുപേരും തട്ടി കളയും. എന്നിട്ട് ഇതെങ്ങനെ നടുക്കൊന്ന് പൊളിക്കുന്നു. എന്നിട്ട് ഉണ്ടോ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് കൈക്കും വാരിയിട്ട് ഇതേ വലിയ പാത്രത്തിൽ ഇതെങ്ങനെ അങ്ങനെ ഇടും. എങ്ങനെ അങ്ങനെ ഇടും പാത്രത്തിൽ. അത് കഴിഞ്ഞ് അടുത്ത് എടുക്കുന്നു. ഇതേ ഇപ്പോൾ 1 കിലോ വെണ്ടക്കായ മുറുക്കണം, അതിന് നേരം വേണ്ട. ഇതേ ഉണ്ടോ ഇങ്ങനെ. പിന്നെ മൂത്തുണ്ടോയെന്നൊക്കെ നോക്കണം കേട്ടോ. അത് ശരിക്കും മൂപ്പ് കുറഞ്ഞാണോ ആണ് നല്ലത്. മൂത്തതാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതറിയാലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പൊളിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞു. ഉണ്ടോ ഇങ്ങനെ പെടപെടേന്ന് തീരുതേ. ഉണ്ടോ കട്ട് ചെയ്യാണ്ടല്ലേ. അല്ല, ഞങ്ങൾ വീഡിയോ കട്ട് ചെയ്യാതെയൊക്കെയാണ് കേട്ടോ എടുക്കണേ. അപ്പോൾ നിങ്ങൾ കാണാൻ അധികം വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, എഡിറ്റിംഗ് ഇല്ല, പരിപാടികളൊന്നുമില്ല കേട്ടോ. അതെ ഇതുപോലെയാണ് പരിപാടി കേട്ടോ. ഉണ്ടോ ഇതൊക്കെ പതിയില്ല, നല്ല വണ്ണുണ്ട്. നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് അമ്മ കൈമ വെച്ച് വെച്ച് അരിഞ്ഞ് കുറേ നേരം കളയുന്നത്. അപ്പോൾ നേരെ ഒരുപാട് അങ്ങനെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് അരിയാറ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ പലരും കൈയുമ്മൊക്കെ വിരലുമ്മൊക്കെ വെച്ച് വിരലുമ്മ ഫിംഗറിന്മേ ഇതൊക്കെ ഇട്ട് കവറൊക്കെ ഇട്ട് ഭയങ്കര സമയമെടുത്ത് അരിഞ്ഞ് വരുമ്പോൾ കുറേ സമയം എടുക്കും. ഉണ്ട്. ഇതിപ്പോൾ ഒരു 1/2-3 കിലോടത്തോളം ഉണ്ടായിരുന്നു വെണ്ടക്കായ. ഫ്രഷ് പൊട്ടിച്ചതാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ ആ പൊട്ടിച്ച വെണ്ടക്കായ നേരെ എടുക്കുന്നു, ഫ്രഷ്നെസ് പോവാതെ തന്നെ അരിയുന്നു. ഞാൻ അടുത്ത് പയർ കൂട്ടി പിടിച്ച് അരിയിൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ചെയ്യണത് തന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. ഉണ്ടോ കഴിഞ്ഞു. ഒരു കുഞ്ഞു കഷ്ണം വലിയ തോന്നുന്നു കേട്ടോ. പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തത് പയർ അരിയേണ്ടതാണ്. അത് കുറച്ച് സമയം എടുക്കും കേട്ടോ. അതൊന്ന് സെറ്റാക്കാനുണ്ട്. അതിനെ കുറിച്ചുള്ള പരിപാടി ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇനി അടുത്തത് നമ്മൾ പയർ, നമ്മുടെ നാട്ടിലെ പയർ പോലത്തെ സാധനം തന്നെ, അതൊക്കെ കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒറ്റ അരിച്ചിട്ട് അതുപോലെ വയ്ക്കുന്നു, അരിയുന്നു. ഉണ്ടോ ഇത് കുറച്ച് ഉള്ളൂ. ഒരു വലിയ പിടിച്ചിട്ടാണ് അരിയേണ്ടത്. അത് അടുത്തതിന് അതങ്ങനെ പിടിച്ചരിയും. ഇത് പാതിട്ട് അരിച്ചിലാവുമ്പോൾ നമ്മൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ ആ വീടുകളിൽ ഇതെല്ലാം ഇങ്ങനെ ഓരോ പയറിങ്ങനെ ഒടിച്ച് എത്ര സമയം പോവാറ്. അത് ഓർത്തപ്പോഴാണ് ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത് കേട്ടോ. അതെങ്ങനെ പിന്നെ ഈ പയറെല്ലാനും മൂപ്പ് കുറവാണ് കേട്ടോ. മൂത്ത പയർ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ ഇതൊന്നും മൂക്കാത്തതാണ് കേട്ടോ. ഞാൻ 1-2 മൂത്തതുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചു. ഇപ്പോൾ എല്ലാം കൂടി ഉണ്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു 1/2 കിലോയിലും കൂടുതൽ പയറുണ്ട് കയ്യിൽ ഒറ്റപ്പിടി. ഇത് ഫ്രഷ് ഇന്ന് പറിച്ചെടുത്താണ് കേട്ടോ. ഇന്ന് മെയ് ദിനാണല്ലോ, 2025 മെയ് മാസം. അപ്പം ഞാനിത് പുറത്ത് നമ്മൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അധികമൊന്നുമില്ല, വളരെ കുറച്ച് സ്ഥലത്ത് വിരലിലെണ്ണാവുന്ന കടകൾ മാത്രമാണ് കൃഷി ചെയ്തത്. പക്ഷെ അവർ ഇതുപോലെ നിറച്ച് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ കൊതി തീരെ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് വേറെ കാര്യമുള്ളത്, ഇത് ചെറുതായിട്ട് വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച്
ഫ്രോസൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് എടുത്ത് നമുക്ക് കറി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമുക്കിത് പയറുണ്ടാവാത്ത സമയത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഒരു പകുതി മുക്കാൽ ഭാഗം വേവ് മതി എന്നാണ് ഞാൻ എൻ്റെ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും പരീക്ഷിക്കാം. മൂത്ത പയറിൻ്റെ ഉള്ളിൽ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അരിയുക. എന്നിട്ട് വേഗം കറി വയ്ക്കുക. നമുക്ക് സമയമില്ലല്ലോ. പണ്ടത്തെ ആൾക്കാർക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. അവർക്ക് മറ്റ് കാർഷിക ജോലിയായിരുന്നു അവർക്ക് പ്രധാനം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാർഷിക ജോലിക്ക് പകരം മറ്റൊരുപാട് ജോലികൾ വന്നു. അപ്പോൾ നമ്മളതിൽ വ്യാപൃതരാണ്. അപ്പോൾ കറി വയ്ക്കാൻ പോലും പലർക്കും നേരമില്ല എന്ന് പറയണേ. അപ്പോൾ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സമയത്തിൽ ഒരുപാട് ലാഭം കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുക. നല്ലതാണോ എന്നും ആദ്യം തന്നെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ, കണ്ടോ? ഏകദേശം ഒരു 1.5-2 കിലോത്തോളം പയർ ഈ കുഞ്ഞു സമയം കൊണ്ട് പരിപാടി കഴിഞ്ഞു എന്ന് പറയാം. കണ്ടോ? നമ്മൾ സാധാരണ ഈ ചെറിയ പച്ചപ്പയറുകളൊക്കെ ഇല്ലേ, ഇതുപോലത്തെ കുഞ്ഞു സാധനങ്ങൾ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഇത് 2 തരമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ പയറുകളെ പൊട്ടിച്ച് കഴിയുമ്പോൾ മാറ്റണം. ഒന്ന്, നമുക്ക് ഒടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളത്, ഒടിക്കാൻ പറ്റുന്നത്, ഇത് നല്ല ഒടിക്കാൻ പറ്റുന്നതാണ്, ഇത് ഒടിക്കാൻ പറ്റുന്നതാണ്, ഇത് ഒടിക്കാൻ പറ്റുന്നതാണ്, ഇത് ഒടിക്കാൻ പറ്റുന്നതാണ്, ഇത് ഒടിക്കാൻ പറ്റുന്നതല്ല, ഇത് ഒടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇവരെ അങ്ങോട്ട് മാറ്റുക. ഇത് പറ്റില്ല, ഇത് പറ്റും, ഇത് പറ്റും, ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റും, ഇത് പറ്റും, ഇത് പറ്റും, ഇത് പറ്റൂല, ഇത് പറ്റൂല, ഇത് പറ്റും, ഇത് പറ്റൂല, ഇത് പറ്റും, പറ്റും. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റാം കേട്ടോ. എന്നിട്ട് മാറ്റിയതിന് ശേഷം ബാക്കി വിശേഷം പറയാം കേട്ടോ. ഇപ്പം നമ്മൾ ഇത് പൊളിക്കുന്ന തരത്തിൽപ്പെട്ട പയറുകളാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇത് ഒടിക്കാൻ പറ്റുന്ന തരത്തിൽപ്പെട്ട പയറുകളാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. 2ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. ഇനി നമ്മളെന്ന് വെച്ചാൽ സാധാരണ ഇതിൽ ഒടിയും പൊളിയൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു. ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചത് ഇങ്ങനെ കയ്യിൽ ഇതിങ്ങനെ ചെറു പയറായതുകൊണ്ട് ഇങ്ങനെയാണ് കൂട്ടി വയ്ക്കുക. ഇങ്ങനെ കാണിക്കുക. അപ്പോൾ എല്ലാത്തിൻ്റെയും ഞെട്ടിവശം ഒരുമിച്ച് വന്നു. കണ്ടോ? ഞെട്ടിവശം എല്ലാം ഒരുമിച്ച് വന്നു. നിങ്ങൾ പറക്കി വയ്ക്കുമ്പോൾ തന്നെ ഞെട്ടിവശവും മറ്റേ അറ്റം വശവും രണ്ടും മിക്സ് ആവാതെ ഒരുമിച്ച് വയ്ക്കണം. ഞെട്ടിവശം തന്നെ ഇങ്ങനെ വന്നു. അതിന് ശേഷം ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചല്ലോ. അപ്പോൾ എല്ലാം ഞെട്ടി കൂടി ഒരുമിച്ച് വന്നു. ഇത് കൂട്ടി പിടിച്ചത് ഇതിങ്ങനെ ഒരു ഒറ്റ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷം നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ അങ്ങ് ചുമ്മാ മുറിച്ചെടുക്കാം. കണ്ടോ? പരിപാടി കഴിഞ്ഞു. അതിൽ 1-2 ചാടിപ്പോയി. അവിടെ അത്ര ഉള്ളൂ കേട്ടോ. എന്നിട്ട് ശേഷം ഇവിടെ ഇങ്ങനെ വാരി ഇതെങ്ങനെ ഇട്ടു. കണ്ടോ? അപ്പോൾ പച്ചയും ചുമപ്പും എല്ലാം കൂടി ഇങ്ങനെ ഇട്ടു. ഇനി അടുത്തത് കൂട്ടാം. കണ്ടോ? കണ്ടോ? ഇത് ഞാൻ കുറച്ചധികം എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന എത്ര വേണമെങ്കിലും എടുക്കാം. അതിങ്ങനെ കാണിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് ഞെട്ടി വന്നോളും. അതിന് ശേഷം ഇതിങ്ങനെ പതുക്കെ ചെത്തിക്കളയാം. കണ്ടോ? സെറ്റ്. അതിന് ശേഷം ഇതിങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു. ഇത് എന്നിട്ട് ഇങ്ങനെ മുറിക്കുന്നു. ഇതെല്ലാം മൂപ്പ് കുറഞ്ഞ ഒടിയനാണ് കേട്ടോ. ഒടിയൻ പയറുകളാണ് ഇതെല്ലാനും. ഇനിയെല്ലാം ബാക്കിയുള്ളത് ഇതൊക്കെ നോക്കിയാൽ അത് ഒടിയനല്ല, പൊളിക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ അത് പൊളിച്ച് തന്നെ പറ്റുള്ളൂ. അത് നമ്മൾ പരമ്പരാഗതമായ രൂപത്തിൽ പൊളിക്കാനേ പറ്റൂ. വേറെ രക്ഷകളൊന്നുമില്ല. ഇനി പൊളിക്കണമെങ്കിൽ എളുപ്പമാർഗ്ഗമുണ്ട്. ഒരു ദിവസം ഈ പയർ ഇവിടെ വയ്ക്കുക. ഒരു ദിവസം വയ്ക്കുമ്പോൾ ഇതെല്ലാം സോഫ്റ്റാവും. ഇതിൻ്റെ പുറംവശത്തെ തൊണ്ട് സോഫ്റ്റാവും. അപ്പോൾ പൊളിക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗമാണ് ഇതിലുള്ളൂ. കാരണം കുറേ ഒടിക്കുന്നതും കുറേ പൊളിക്കുന്നതുമായ മിക്സഡ് തരത്തിൽ വരുന്ന സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ കണ്ടോ. ഇതിപ്പോൾ പൊളിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ പൊളിച്ചെടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടെടുക്കും, സമയമെടുക്കും. അപ്പോൾ ഇതിനേക്കാൾ എളുപ്പം പൊളിച്ച് തീർന്നു. കണ്ടോ? പൊളിച്ച് തീർന്നു കണ്ടോ? മണി രൂപത്തിൽ കിട്ടി. അതിലിട്ടു.
പിന്നെ അതെ ഇത് കണ്ടത് ഇങ്ങനത്തെ ചെറിയ ആൾക്കാരുണ്ട്, മണിയുമല്ല പൊളിയുമല്ല അതിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാർ, അവരെ ഭയങ്കര പാട കിട്ടാൻ. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ദിവസം ഇവിടെ എടുത്ത് വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇവരിത്തിരി തൊണ്ട് സോഫ്റ്റാവും, വാടി കഴിയുമ്പോൾ സോഫ്റ്റാവും. അപ്പോൾ ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കലാപരിപാടികൾ. ഇതിൻ്റെ വീഡിയോഗ്രാഫർ ഗോഡ്സനാണ്. അപ്പോൾ അത് കണ്ട് സെറ്റാക്കി പല കുറവുകളുണ്ടാവും, അത് നിങ്ങൾ ക്ഷമിച്ചാൽ കേട്ടോ. ഓക്കെ എന്നാൽ ശരി, ബൈ.